സുനിൽ, ശബരിമലയിൽ കേരള രാഷ്ട്രീയം ചുറ്റിത്തിരിയാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. ഇക്കഴിഞ്ഞ ബഡ്ജറ്റ് സമ്മേളനം പോലും ഏറ്റവും കൂടുതൽ കലുഷിതമായത് ഈ ശബരിമലയിലെ വിഷയം മാത്രം ഉന്നയിച്ചുകൊണ്ടാണ്. ദേശീയ രാഷ്ട്രീയത്തിലടക്കം ഒട്ടേറെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങൾ നടക്കുന്നു, കർഷകരെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ നടക്കുന്നു. ഇതൊന്നും കേരളത്തിൽ ചർച്ച ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, നമ്മളാരും അറിയുന്ന പോലുമില്ല എന്നുള്ളതാണ്. കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കേൾക്കുന്നത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഒരു ഭാഗത്ത്, ഇപ്പോൾ വന്നിരിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം ഒരു ഭാഗത്ത്, വെള്ളാപ്പള്ളി, ജമാഅത്തെ ഇസ്ലാമി, ഇത്രയും മാത്രമാണ് കേരളത്തിൽ. അത് ഇരു മുന്നണികളും ചർച്ച ചെയ്യുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. വിവാദങ്ങൾ വോട്ടാക്കാനും വിവാദങ്ങൾ ഉറപ്പായും വോട്ടാക്കാനാണ്. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും ശ്രമിക്കുന്നതാണ്, വിവാദങ്ങൾ വോട്ടാക്കുക എന്നത്. നമുക്കറിയാമല്ലോ, വിവാദങ്ങൾ ഒരു രാഷ്ട്രീയ പ്രതീതി ഉണ്ടാക്കും. അത് എല്ലാ കാലത്തും അങ്ങനെയാണ്. പക്ഷേ അതിന് വസ്തുതയുമായി ബന്ധമുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതിനില്ല എങ്കിൽ ആ വിവാദങ്ങൾ പരാജയപ്പെട്ടു പോയ സാഹചര്യമൊക്കെ തന്നെയുണ്ട്. 2004 അന്നത്തെ വാജ്പേയി സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു മുദ്രാവാക്യമായിരുന്നു ഇന്ത്യ ഷൈനിങ്. ഇന്ത്യ ഷൈനിങ് എന്നൊരു മുദ്രാവാക്യം മുഴക്കിയാണ് അന്ന് വാജ്പേയി സർക്കാർ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതിന് തൊട്ട് പിന്നാലെയാണ് ഉത്തർപ്രദേശിലെ ലക്നൌവിൽ ഒരു സാരി വിതരണം. ആ സാരി വിതരണത്തിന് തൊട്ട് പിന്നാലെ തിക്കിലും തിരക്കിലും പെട്ട് ഒരുപാട് മനുഷ്യർ കൊല്ലപ്പെടുന്നൊരു സാഹചര്യമുണ്ടായത്. ആ ഒറ്റ സംഭവത്തിൽ വാജ്പേയി സർക്കാരിന് അധികാര തുടർച്ച കിട്ടിയില്ല. അങ്ങനെയാണ് 2004 UPA സർക്കാർ അധികാരത്തിൽ വരുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ്, 2016 പറയാം. 2016 കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് LDFനെ സഹായിച്ച വലിയ രാഷ്ട്രീയ വിവാദമായിരുന്നു സോളാർ വിവാദം. അന്ന് LDF ഗുണം ചെയ്തിട്ടുണ്ട്. ആ വിവാദം ആളിക്കത്തിക്കാൻ അന്ന് LDF ശക്തമായി ശ്രമിച്ചിട്ടുണ്ട്. അതിന് രാഷ്ട്രീയ ഗുണം LDF ലഭിച്ചിട്ടുമുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നാൽ അന്നും സമാനമായി ഒരുപാട് വിവാദങ്ങൾ LDF അന്ന് UDF ഉപയോഗിച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിവാദമായിരുന്നു സ്വർണ്ണച്ചെമ്പ്, ബിരിയാണി ചെമ്പ് വിവാദം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവാദമായിരുന്നു MM മണി ഇടുക്കി ഡാം തുറന്നു വിട്ടതുകൊണ്ടാണ് കേരളത്തിൽ പ്രളയമുണ്ടായത്. 2018 പ്രളയത്തിൻ്റെ കാരണമാണ് MM മണി ഇടുക്കി ഡാം തുറന്നു വിട്ടതുകൊണ്ടാണ് കേരളത്തിൽ പ്രളയമുണ്ടായത്. മൂന്നാമത്തെ ഏറ്റവും വലിയ വിവാദമായിരുന്നു PPE കിറ്റ് വിതരണത്തിൽ വലിയ അഴിമതി എന്ന് പറഞ്ഞിട്ടുള്ള വിവാദം. പിന്നെ നാലാമത്തെ വിവാദമായിരുന്നു സ്പ്രിംഗ്ലർ വിവാദം. അങ്ങനെ ഒരുപാട് വിവാദങ്ങൾ അന്ന് ഉയർത്തി. പക്ഷേ തെരഞ്ഞെടുപ്പിൽ അത് UDF വോട്ടാക്കി മാറ്റാൻ സാധിച്ചില്ല. 2021 പിണറായി വിജയൻ സർക്കാർ ഭരണ തുടർച്ച നേടി 91 സീറ്റുകൾ നേടി അധികാരത്തിൽ വരുന്ന സാഹചര്യമുണ്ടായി. നോക്കൂ, മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കേരളം പോകുമ്പോൾ എല്ലാ വിവാദങ്ങളും എത്തി നിൽക്കുന്ന ഒറ്റ വിഷയമാണ് സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത്. അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കഴിഞ്ഞ എത്രയോ മാസങ്ങളായി കേരളത്തിലെ മാധ്യമങ്ങളായാലും കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളായാലും സംസാരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ UDF കോൺഗ്രസും ഒക്കെ തന്നെ ഇപ്പോൾ ഈ വിഷയം ശക്തമായി ഉയർത്തുന്നതിന് പിന്നിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് ഉപദേശകനായ സുനിൽ കനകോലു ആണെന്നാണ്. സുനിൽ കനകോലുവിൻ്റെ റിപ്പോർട്ടിൽ ഈ സ്വർണ്ണക്കൊള്ളയിലെ എല്ലാ വിഷയങ്ങളും ചർച്ചയാക്കണം, വിവാദ വിഷയമാക്കണം എന്ന് നിർദ്ദേശം നൽകിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് സ്വർണ്ണക്കൊള്ള മാത്രം കോൺഗ്രസ് പിടിക്കുന്നത്. പക്ഷേ ഇതേ കനകോലുവിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വർണ്ണക്കൊള്ള അത്രത്തോളം കോൺഗ്രസിന് ഗുണം ചെയ്തിട്ടില്ല എന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF മേൽക്കൈ കിട്ടിയെങ്കിൽ പോലും പല ഇടത്തും ഇഞ്ചോടിഞ്ച് മത്സരം നടന്നു. ഏതാണ്ട് 60ഓളം സീറ്റുകളിൽ LDF മുന്നിലെത്തി നിൽക്കുന്നത്. അപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതേ വോട്ടിംഗ് പാറ്റേൺ ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്ന് സുനിൽ കനകോലു പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ വിവാദം കൊണ്ട് മാത്രം UDF കേരളത്തിൽ വിജയിക്കാൻ പറ്റും, അല്ലെങ്കിൽ അധികാരം പിടിച്ചെടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് ഏറ്റവും ഒടുവിൽ സുനിൽ കനകോലുവിൻ്റെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. കേരളത്തിലെ LDF UDF തമ്മിൽ ഇഞ്ചോടിഞ്ച് മത്സരമാണ് എന്നത്. നമുക്ക് വിവാദങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ SIR വിവാദം, രാഹുൽ ഗാന്ധി ഏറ്റവും ശക്തമായി ഉയർത്തിയ വിവാദമായിരുന്നു SIR. വോട്ട് ചോരി വിവാദമായിരുന്നു ഹരിയാന തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം. പക്ഷേ ഹരിയാനയിൽ അങ്ങനെ ഒരു വിജയം നേടാൻ ആ ഒരു പ്രചരണം ജനങ്ങളെ സ്വാധീനിക്കുന്ന തരത്തിലേക്ക് മാറ്റിയെടുക്കാൻ കോൺഗ്രസിനോ രാഹുൽ ഗാന്ധിക്കോ സാധിച്ചിട്ടില്ല. അതേപോലെ തന്നെയായിരുന്നു മറ്റൊരു വോട്ട് ചോരി വിവാദമായിരുന്നു മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ഉയർത്തിയത്. അവിടെയും താഴെത്തട്ടിലേക്ക് ആ ഒരു പ്രചരണം എത്തിക്കാൻ കോൺഗ്രസിന് സാധിച്ചില്ല. ബീഹാറിലെത്തിയപ്പോൾ അത് SIR ആയിരുന്നു. അതെ, സർക്കാർ ചോരി വന്നു, SIR വന്നു. പക്ഷേ അതാണ് ഞാൻ അതും കേരളത്തിലെ ഈ സ്വർണ്ണക്കൊള്ള വിഷയവുമായിട്ട് ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ നമുക്ക് സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ ഇപ്പോൾ UDF വളരെ ശക്തമായ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ VD സതീശൻ നടത്തുന്ന യാത്ര
യാത്രയിലെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഇതാണ്. അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഈ സ്വർണ്ണക്കൊള്ള മാത്രമായിരുന്നു വിഷയം. ഏതാണ്ട് എല്ലാ ദിവസവും കോൺഗ്രസും UDFും ഒക്കെ തന്നെ നിയമസഭാ സമ്മേളനത്തിൽ ഇത് വളരെ ശക്തമായി ഉയർത്തി. പക്ഷേ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിട്ടില്ല. നോട്ടീസ് നൽകാതെ വലിയ വിവാദ വിഷയമാക്കി ഇത് ഉയർത്തിക്കൊണ്ടുവന്നു. 2 UDFിൻ്റെ MLAമാർ നിയമസഭാ കവാടത്തിൽ സത്യാഗ്രഹം ഇരിക്കുന്ന സാഹചര്യമൊക്കെ തന്നെയുണ്ടായത്. അപ്പോൾ UDF കാണുന്നത് ഈ സ്വർണ്ണക്കൊള്ളയിലൂടെ കേരളത്തിൽ അധികാരത്തിൽ വരാൻ സാധിക്കും എന്നതാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് കേരളത്തിൽ ഇത് മാത്രമാണോ വിഷയം? ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിൽ എടുത്തു നോക്കിയാൽ UDF കാലത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയ ഈ വ്യക്തിയെ ശബരിമലയിലേക്ക് കയറ്റിയിരിക്കുന്നത്. അപ്പോൾ അവിടെ തന്ത്രിയാണ് ഇതിനൊക്കെ നേതൃത്വം നൽകിയിരിക്കുന്നത്. തന്ത്രിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുവരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലേക്ക് കയറുന്നത് UDF കാലത്താണ്, UDF ഭരണകാലത്താണ്. അപ്പോൾ ആ ആരോപണങ്ങളുടെ മുനയൊടിയുന്ന സാഹചര്യമുണ്ടായി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് വരുന്ന വിവാദം. അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് വരുന്ന വിവാദത്തിൽ UDF ഇപ്പോൾ ഈ ഓഡിറ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉയർത്തുന്നുണ്ട്. തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട് ഉയർത്താനുള്ള സാഹചര്യങ്ങളുണ്ട്. കാരണം കണക്കുകളിൽ ചില അവ്യക്തതയുണ്ട്. പക്ഷേ ഇപ്പോൾ മുൻ ദേവസ്വം പ്രസിഡന്റ് പ്രശാന്ത് ഉൾപ്പെടെയുള്ളവർ വിശദീകരിക്കുന്നത് സർക്കാരിൻ്റെ കയ്യിൽ നിന്നോ ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ നിന്നോ 1 പൈസ പോലും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ്. ചിലവാക്കിയ പണം മുഴുവൻ തിരിച്ചു വന്നു എന്നതാണ്. അതിൽ കൂടുതൽ വിശദീകരണങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ കേൾക്കാം. എന്താണ് 27-ാം തീയതി കേരള ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് പറയുന്നത് എന്ന് കേൾക്കാം. ഏതായാലും ഇതൊക്കെ തന്നെ പരമാവധി വിവാദ വിഷയമാക്കി അത് വോട്ടാക്കി മാറ്റാനുള്ള എല്ലാ ശ്രമങ്ങളും UDF നടത്തുന്നുണ്ട്. UDFിനെതിരെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം പോലുള്ള വിഷയങ്ങൾ വളരെ ശക്തമായി ഉന്നയിക്കാൻ LDFും ശ്രമിക്കുന്നുണ്ട്. ഇതൊരു രാഷ്ട്രീയ ഏറ്റുമുട്ടലാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്കറിയാം തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ അമിട്ടുകൾ പൊട്ടും, വലിയ കഥനകൾ പൊട്ടും. ചില ആളുകൾ പൊറോട്ടയടിക്കാൻ പോകും, ചില ആളുകൾ ജ്യൂസ് കുടിക്കാൻ പോകും. പക്ഷേ ആത്യന്തികമായി ജനങ്ങളാണ് ഇവിടെയൊക്കെ ഒരു അന്തിമ തീരുമാനം എടുക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിലേക്ക് ജനങ്ങളെ നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. എന്താണ് നിങ്ങളുടെ ബദൽ എന്നത്? അതായത് ഒരു വിവാദം കൊണ്ട് മാത്രം നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയില്ല. വിവാദങ്ങൾ കൊണ്ട് മാത്രം തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയുകയാണെങ്കിൽ എത്രയൊക്കെ രാഷ്ട്രീയ മാറ്റങ്ങൾ നമ്മൾ ഇന്ത്യ ചരിത്രത്തിൽ കാണും. അതുകൊണ്ട് ഈ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പോൾ LDF സർക്കാർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം ഈ കാലഘട്ടത്തിൽ നടത്തിയത് കേരളം അതിദാരിദ്ര്യമുക്ത കേരളം എന്നതാണ്. ഏറ്റവും വലിയ പ്രഖ്യാപനമാണ്. ഒരുപക്ഷെ ഇന്ത്യ ചരിത്രത്തിൽ ഒരു സംസ്ഥാനം ഇങ്ങനെ പ്രഖ്യാപിക്കുന്നത് ഒരുപക്ഷെ ഇതാദ്യമായിട്ടായിരിക്കും. അങ്ങനെ ഒരു പ്രഖ്യാപനം കേരളത്തിൽ നടത്തിയല്ലോ. അങ്ങനെയല്ല കേരളം എന്ന് രാഷ്ട്രീയമായി സ്ഥാപിക്കാൻ ഇതുവരെ UDFന് സാധിച്ചിട്ടുണ്ടോ? അതൊരു വലിയൊരു ക്യാമ്പയിൻ അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു വലിയ മുദ്രാവാക്യം LDF സർക്കാർ ഉയർത്തുന്നു. LDF സർക്കാർ അതൊരു വലിയൊരു അവകാശമാക്കി മുന്നോട്ട് വയ്ക്കുമ്പോൾ അങ്ങനെയല്ല കേരളം എന്ന് സ്ഥാപിക്കാൻ ഇതുവരെ UDFന് സാധിച്ചിട്ടില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ അങ്ങനെ ചില യാഥാർത്ഥ്യങ്ങൾ കൂടി കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ നോക്കൂ, ഇത്തവണത്തെ ബജറ്റ് വന്നു, പൊതുബജറ്റ് വന്നു. ഈ പൊതുബജറ്റ് എത്രത്തോളം കേരളത്തെ സംബന്ധിച്ച് തിരിച്ചടിയാണ്. കേരളം എത്ര വലിയ പ്രതീക്ഷയിലാണ് കേന്ദ്രത്തെ നോക്കിക്കണ്ടത്, കേന്ദ്ര ബജറ്റിനെ നോക്കിക്കണ്ടത്. ഈ പാർലമെൻറ്റിൽ പോകുന്ന കേരളത്തിൽ നിന്നുള്ള UDF MPമാരുണ്ടല്ലോ. അപ്പോൾ കേരളത്തിൽ ദേശീയ തലത്തിൽ മറ്റു പ്രധാനപ്പെട്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഒക്കെ തന്നെ അവിടെ വലിയ മുന്നേറ്റമൊക്കെ തന്നെ നടത്തുന്നുണ്ട്. അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടികളിൽ നിന്ന് കൂടുതൽ തിരിച്ചടികൾ ഏൽക്കുന്ന ഒരു സാഹചര്യമാണ്. സാമ്പത്തികമായി കേന്ദ്ര സർക്കാർ കേരളത്തെ ഞെരുക്കുന്ന സാഹചര്യമൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം? ഇനി UDF അധികാരത്തിൽ വരികയാണെങ്കിൽ എന്താണ് നിങ്ങൾ കേരളത്തിൽ ചെയ്യാൻ പോകുന്നത്? ഇപ്പോൾ LDF സർക്കാർ അധികാരത്തിൽ തുടരുമ്പോൾ LDF സർക്കാർ ചെയ്യുന്നതിൽ നിന്ന് അപ്പുറത്തേക്ക് എന്താണ് കേരളത്തിൽ UDF ചെയ്യാൻ പോകുന്നത്? അതിന് UDFന് മറുപടി ഉണ്ടോ എന്നതാണ്. 2016 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ കേരളത്തിൽ KSRTC അടച്ചുപൂട്ടേണ്ട സാഹചര്യം എന്ന് അന്ന് മന്ത്രിയായിരുന്ന ആര്യാടൻ മുഹമ്മദ് പറഞ്ഞ ഒരു സാഹചര്യമുണ്ട്. അതേപോലെ തന്നെ സ്കൂളുകളിൽ ടെക്സ്റ്റ് ബുക്ക് എത്താത്ത സാഹചര്യം. അന്ന് മന്ത്രി അബ്ദുറബ്ബ് പറഞ്ഞതെന്താണ്? ഓണം നേരത്തെ വന്നതുകൊണ്ട് ടെക്സ്റ്റ് ബുക്ക് സ്കൂളുകളിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നത്. പവർ കട്ട് അന്നത്തെ ഏറ്റവും വലിയ പ്രതിസന്ധിയായിരുന്നു. അപ്പോൾ ഇന്ന് കേരളം ഇതൊക്കെ മറന്നു. കഴിഞ്ഞ 10 വർഷത്തിൽ കേരളം ഇതൊക്കെ മറന്ന ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അപ്പോൾ ഇതിനെ മറികടന്ന് ഇതിനപ്പുറത്തേക്ക് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് ബദലാണ് ഇവിടെ UDFന് മുന്നോട്ട് വയ്ക്കാൻ ഉള്ളത് എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. ഈ വിവാദങ്ങൾക്കപ്പുറത്ത് അതായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ വിധി നിർണ്ണയിക്കുക. Meet the editors.